മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത് ഈ വിഷയം തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഞങ്ങൾ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുള്ളൂ. ഒരു സമയത്തും രാഹുലിനെ ന്യായീകരിക്കാനോ രാഹുലിന് സംരക്ഷണം കവചമൊരുക്കുവാനോ ഒന്നും മഹിളാ കോൺഗ്രസോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും അതിന് ഒരു സമയത്തും തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പരാതി ലഭിച്ചപ്പോൾ KPCC പ്രസിഡന്റ്, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന KPCC പ്രസിഡന്റ് അത് നേരെ കൊടുത്തത് ആർക്കാണ്? DGPക്കാണ്. പോലീസ് മേധാവിക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ CPM ഇതുവരെയും ചെയ്തിരുന്നത് എന്താ? ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു പാർട്ടി കമ്മീഷൻ വെക്കുന്നു, അത് അന്വേഷിക്കുന്നു, അതിന് തീവ്രത പോരാ എന്നെല്ലാമുള്ള ഇത് വരുന്നു. പക്ഷേ കോൺഗ്രസ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിലപാടുകളോ സംരക്ഷണ കവചം ഒരുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേത് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ സാധിക്കും. പാർട്ടി ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സമയത്താണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു പരാതി അല്ലാതെ പരാതി സാങ്കേതികത്വത്തിന്റെ പേരോ ഒന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടി KPCC പ്രസിഡന്റും നേതാക്കളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിന്റെ ഒക്കെ ആ തീരുമാനത്തിന്റെ ഒക്കെ എടുക്കുന്നതിനോട് പൂർണ്ണമായും യോജിപ്പ് പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആശയവിനിമയമൊക്കെ നടത്തേണ്ട തലത്തിൽ നടത്തിയിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോ പോലീസിന്റെ കയ്യിലാണ്, പോലീസിന്റെ കോർട്ടിലാണ്. അപ്പോ അത് പോലീസിന് അന്വേഷിക്കട്ടെ. തീർച്ചയായും പുതിയ പരാതികൾ കൂടി വന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടി പാർട്ടി സ്വീകരിക്കും. കൂടുതൽ പരാതികൾ വരുമ്പോൾ ഒരു പുറത്താക്കലിലേക്ക് തന്നെ പോകുന്നു, കടുത്ത നടപടിയിലേക്ക് പോകുന്നു. ഇതില് പരാതികൾ വന്നു, അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അതിന്റെ ഇപ്പോ പരാതി ഇന്നലെ രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നു. പോലീസ് രാഹുലിനായി അന്വേഷണം നടത്തുന്നു. നമ്മളാരും, കോൺഗ്രസ് പാർട്ടിയിലെ ആരും രാഹുലിനെ സംരക്ഷിക്കാനില്ല എന്ന് പറയുമ്പോൾ, സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. സസ്പെൻഷൻ മതിയെന്നല്ല, ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമയത്ത് എടുക്കും. അത് പറയേണ്ടത് ജെബി മേത്തറല്ല, കോൺഗ്രസ് പാർട്ടിയെ അതിന്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട KPCC പ്രസിഡന്റ് പറയും. ഉചിതമായ സമയം എന്ന് പറയുന്നത് അതില് കൃത്യമായി ഇങ്ങനെ ഈ സമയം ഈ സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുക്കുന്ന ഒരു സമീപനം എന്താണ്? FIR ഇട്ടിട്ട് പോലും മുകേഷിന്റെ ഒന്നും വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാത്ത പാർട്ടിയാണ് മറ്റ് നേതാക്കളുടെ, CPMന്റെ നേതാക്കളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് ഡീപ്രൊമോഷൻ അല്ല പ്രൊമോഷൻ കൊടുക്കുന്ന കാഴ്ച, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും അവിടെ അവരെ സ്ഥാപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കോൺഗ്രസിന്റെ നയം അതല്ല, കോൺഗ്രസിന്റെ രീതി അതല്ല. കോൺഗ്രസ് വളരെ സ്ട്രോങ് സ്റ്റാൻഡാണ് എടുത്തേക്കുന്നത്. അതിനെ നമുക്ക് ലൈറ്റായി കാണാൻ സാധിക്കില്ല. അപ്പോൾ വരട്ടെ, KPCC പ്രസിഡന്റ് തീരുമാനം പറയും. അതിനായി കാത്തിരിക്കാം. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാട്, നിങ്ങളുടെയൊക്കെ തന്നെ പല ചോദ്യങ്ങൾക്കും ഞങ്ങൾ മറുപടിയായി പറഞ്ഞിരുന്നതൊക്കെ തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഒരു തരത്തിലും മഹിളാ കോൺഗ്രസ് ഒരു സംരക്ഷണ കവചം, ഒരു സെക്യൂരിറ്റി, ഒരു ഷീൽഡ്. നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കണം, രാഹുൽ എന്ന് പറയുന്നത് ഒരു അപരിചിതനോ ഒരു സ്ട്രേഞ്ചറോ ഒന്നും അല്ല. ഞങ്ങളൊക്കെ അത് പറയാതിരിക്കാനും വയ്യ. ഞങ്ങളൊക്കെ ഒരുമിച്ച് സഹപ്രവർത്തകരെ പോലെ തന്നെ പ്രവർത്തിച്ച. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ, ഒരു ആരോപണമായി നിൽക്കുമ്പോൾ പോലും ന്യായീകരിച്ചിട്ടില്ല. അത് റിയാലിറ്റിയാണ്. രാഹുലിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ ആരും നിന്നിട്ടില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.